ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിമ്പൻ്റെ അടുത്തുള്ള കരിമ്പൻ പാലത്തിലാണേ. മുരിക്കാശ്ശേരി കരിമ്പൻ റോഡിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ കരിമ്പൻ പാലം. ഏതാണ്ട് 10 വർഷത്തോളമായി ഇതിൻ്റെ പണി തീർന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കരിമ്പൻ പാലം ഇതിന് ഏതാണ്ടൊരു 10-200 മീറ്റർ നീളമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ശിലാഫലകമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തതിൻ്റെ. കരിമ്പൻ പാലം ഉദ്ഘാടനം ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇത് നിർവഹിച്ചത് കേട്ടോ. 14/9/2015. അപ്പോൾ ഇതിൻ്റെ പ്രായമെന്ന് പറയാൻ 2015, 10, 25 അല്ലേ? 10 വർഷം ആകാൻ പോകുന്നു. ഈ പാലം വന്നതോടുകൂടിയാണ് മുരിക്കാശ്ശേരി ഭാഗത്തേക്കും കട്ടപ്പന ഭാഗത്തേക്കുമൊക്കെ കരിമ്പനിയിൽ നിന്ന് ഈ വഴിക്കുള്ളൊരു യാത്രകൾ സുഗമമായി പുനരാരംഭിച്ചത്. അതിനു മുമ്പ് ഈ താഴെ നമുക്ക് കാണാൻ ഒരു ചെറിയ പാലമുണ്ട്. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ആ പഴയ പാലവും നമുക്ക് കാണാൻ പറ്റുമേ. ഇവിടെ ഈ പെരിയാറിൻ്റെ തീരത്തൂടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൃഷികളും കപ്പയും വാഴയും തെങ്ങും. ഈ പാലത്തിന് നടുവിൽ കൂടെ ബസ് മറ്റ് വാഹനങ്ങൾ പോകുന്നത് കൂടാതെ 2 സൈഡിലും ഫുട്പാത്ത് സംവിധാനത്തോടുള്ളൊരു പാലമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കരിമ്പൻ്റെ പഴയ ചപ്പാത്ത് പാലമാണ് ആ കാണുന്നത് കേട്ടോ. ഈ പാലം വരുന്നതിന് മുമ്പ് അതിൽ കൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളും മനുഷ്യരും നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പെരിയാറ്റിൽ വെള്ളമൊക്കെ ഒരുപാട് കുറവാട്ടോ. കാലക്രമേണ വെള്ളം വന്ന് ഇടിച്ചിട്ടൊക്കെ ആയിട്ട് ആ പാലം അങ്ങനെ പൊളിഞ്ഞു പോയിരിക്കുക കേട്ടോ. കണ്ടോ? ഇടുക്കിയിൽ നിന്നുമൊക്കെ വരുന്ന, നമ്മുടെ ഭാഗത്തുനിന്നും അയ്യപ്പൻകോവിൽ നിന്നെല്ലാം വരുന്ന ആ വെള്ളം ഇതുവഴിയാണ് കടന്ന് ആലുവ പെരിയാർ നദിയുടെ തീരത്തേക്കൊക്കെ ചെന്ന് ചേരുന്നത് കേട്ടോ. അവിടെ നിന്നും അറബിക്കടലിലേക്കും. പക്ഷെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ കെട്ടി നിൽക്കുന്ന കുറച്ച് വെള്ളമേ ഉള്ളൂ. അതത്ര നല്ല വെള്ളമൊന്നുമല്ല. ഈ പാലം കടന്ന് ഇനി നമ്മൾ അക്കരയ്ക്ക് കയറി ചെന്നാൽ കരിമ്പൻ ടൗണിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയി നോക്കാം. ഈ പുഴയുടെ തീരത്തെല്ലാം കൃഷിയും മറ്റുമൊക്കെയാണ് കേട്ടോ. തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ലപോലെ കായ്ഫലം ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ഉപ്പുരസം കൂടിയ ഒരു മണലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഹോളോ ബ്രിക്സിൻ്റെ നിർമ്മാണ യൂണിറ്റാണേ. ഇതാണ് കേട്ടോ കരിമ്പൻ ടൗണ്. അത് ഇടുക്കിക്ക് പോകുന്ന വഴിയാണേ. ഇത് എറണാകുളം, അടിമാലി, മൂന്നാറൊക്കെ പോകുന്ന വഴി. ഈ വഴി നമ്മൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണേ. കരിമ്പൻ ഒരുവിധം നല്ലൊരു സിറ്റിയാണ്. നമുക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഈ ഇടുക്കി റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കരിമ്പൻ അശോകക്കവലയാണേ. ഇവിടുന്നൊരു വഴി കിടപ്പുണ്ട്. മുളകുപള്ളി, പാൽക്കുളമേട്, ഇടുക്കിക്കൊക്കെ പോകുന്ന, ഇടുക്കി പൈനാവ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഈ റോഡ് പോവേ. നല്ല റോഡാണ് കേട്ടോ ഈ വഴി. കുറച്ച് ദൂരം ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കാഴ്ച ഉണ്ടേ. കാണിച്ചു തരാവേ. മഞ്ഞൾ കീറി ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടോ? നല്ല പച്ച മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങാനിട്ടിരിക്കുവാണേ. ഈ വീട്ടിലുള്ളവരായിരിക്കും. നല്ലൊരു ഗ്രാമപശ്ചാത്തലമാണ് കേട്ടോ ഇവിടെ. അതിന് ഉപരിയായിട്ട് നല്ല റോഡും. ഇവിടെയെല്ലാം കൂടുതലും ഈ കൊക്കോ കൃഷിയാണ് കേട്ടോ. ഇതുണ്ടോ കൊക്കോ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നുണ്ടോ? ഇതൊരാഴ്ച വരുമാനമാണ് ഈ കൊക്കോയുടെ കൃഷി. ആഴ്ചയിലൊന്നും ഇതിന് വിളവെടുക്കാൻ സാധിക്കുമേ. അങ്ങനെ വന്നപ്പോൾ ചെറുതാണെങ്കിലും വളരെ മനോഹരമായൊരു ഓടിട്ട വീട് കണ്ടോ. ഇങ്ങനെ ഓടിട്ട വീടുകളൊക്കെ വളരെ ചുരുക്കമായിട്ട് നമുക്ക് കാണാനുള്ളൂ. ഇനി മുന്നോട്ട് നമുക്കൊരു കയറ്റമാണേ. അങ്ങനെ വന്നപ്പോൾ ഇതാ മനോഹരമായൊരു കുരിശുപള്ളി. ജനകീയ ആരോഗ്യ കേന്ദ്രം മഞ്ഞപ്പാറ. ഇവിടെ കാണാൻ ഭംഗിയുള്ളൊരു പെട്ടിക്കടയുണ്ട് കേട്ടോ. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാവേ. വാഴക്കലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. കടയിൽ ആളുണ്ടോയെന്ന് അറിയത്തില്ല.
കാണാൻ വളരെ മനോഹരമായൊരു കടയാണ്. ഇതുണ്ടോ വാഴക്കൊലയൊക്കെ തൂക്കിയിട്ടേക്ക് നോക്കിയേ. പച്ചക്കൊലയുണ്ട്, പഴുത്ത കൊലയുണ്ട്. കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള സീറ്റൊക്കെ സജ്ജീകരിച്ചേക്കുന്നുണ്ടോ. നല്ല കുഷ്യൻ സീറ്റൊക്കെയാണ്. എന്തായാലും ഈ കട വളരെ അടിപൊളിയാണ്. പിന്നെ ഈ വഴിക്കൊക്കെ ജാതി കൃഷി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ജാതിയിൽ കായിട്ട് കിടക്കുന്നുണ്ടോ. ജാതി കൃഷിയും വളരെ ലാഭമുള്ള ഒരു കൃഷിയാണ്. ഒരുപാട് വളവും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. ഇവിടെയൊക്കെ കണ്ടോ മനോഹരമായ 2 വീടുകളിരിക്കുന്നു നോക്കിയേ. ഇവിടെയൊക്കെ ആദ്യമേ ഉണ്ടായിരുന്ന കടകളാണ് ഇതൊക്കെ കേട്ടോ. ഈ മോഡൽ കടകളൊക്കെ ആയിരുന്നു പണ്ട് കൂടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം വാർക്ക കെട്ടറൊക്കെ ആയി. ചൂട് കഠിനമാണ് കേട്ടോ. ചൂട് കൂടിയിട്ടുണ്ടോ. ഏലമൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഉണങ്ങി തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഭയങ്കര ഉണക്കക്കച്ചി ഇപ്പോൾ ഏലത്തേലൊക്കെ. നമ്മളിപ്പോൾ പോകുന്ന ഈ പാൽക്കുളമേടിൻ്റെ അടിമാറ്റി കൂടിയാണ് കേട്ടോ ഈ റോഡ് പോകുന്നത്. ഈ റോഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെങ്കിലും ഇതിലെ അധികം മാത്രം ബസ് റൂട്ടില്ല കേട്ടോ. പൈനാവിലേക്ക് ഇവിടുന്ന് ഇനി 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. റോഡ് നന്നായി കിടക്കുന്നതുകൊണ്ട് വാഹനമൊക്കെ നല്ല സ്പീഡാണ്. ഇവിടെ എല്ലാം കണ്ടോ ജാതി കൃഷി തന്നെ ഏറ്റവും കൂടുതൽ. ഒരു വീട് കണ്ടോ മനോഹരമായ ഒരു വീട്. പനയൊക്കെ പിടിപ്പിച്ച് നല്ലൊരു ഗേറ്റൊക്കെ വെച്ച്. പാൽക്കുളമേട്ടിൽ നിന്നും ആരംഭിച്ച് വരുന്നൊരു പുഴയാണിത് കേട്ടോ. ഒരു പഴയ പാലവും അക്കരയ്ക്ക് റോഡും ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊരു റോഡ് തിരിയുന്നുണ്ട്. പക്ഷേ ഈ പുഴയിലൊന്നും ഒരു തുള്ളി പോലും വെള്ളമില്ല. അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന ശകലം വെള്ളമുള്ള. ഇക്കൊല്ലം വേനൽ അത്രയും കടുത്തുപോയി. താഴെ ഭൂമിയാങ്കുളത്തു നിന്നും മുകളിലേക്ക് മുളകവള്ളിക്ക് നല്ലൊരു കയറ്റമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു റേഷൻ കടയൊക്കെ കാണാം. പിന്നെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള വഴി ഒരു ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയൊക്കെയാണിത്. ഇവിടുന്ന് ഇനിയും മുകളിലോട്ട് കുറേ കയറ്റമാണേ. പാൽക്കുളമേടിൻ്റെ ഒരു കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ടോ മുളകുവള്ളിയിലെ ഒരു LP സ്കൂളാണിത് കേട്ടോ. അതുപോലെ തന്നെ ഇതാ മുളകുവള്ളി പള്ളിയുണ്ടോ. ഈ പള്ളിയൊക്കെ നല്ല പഴക്കം കാണുമായിരിക്കും. ഇവിടെയൊക്കെ പഴയ കുടിയേറ്റ മേഖലയാണേ. ഇവിടെ കാണാൻ വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഈ പള്ളി വഴി സൈഡുമായിട്ട് വരുന്ന ഭാഗം നല്ലൊരു ഗാർഡനായിട്ടാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈശോയുടെ നല്ലൊരു ഗ്രോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാൽക്കുളമേടിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. ഇവിടെ വന്നപ്പോൾ നല്ല കാപ്പിയും കൊടിയും ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. മുളകും കാപ്പിയൊക്കെ പറിച്ച് നിൽക്കുന്ന സമയമാണിപ്പോൾ. കൊടിയേലൊന്നും മുളക് അങ്ങനെ ഇല്ല. അങ്ങനെയില്ലെന്നല്ല മൊത്തം പറിച്ചു. ചേട്ടനെ പേരെന്നാ? ഇവിടെയാണോ താമസിക്കുന്നത്? എന്നാ പണിയൊക്കെ? കൂലിപ്പണിയൊക്കെ ആയിട്ട് പോവാണോ? ആണല്ലേ. മഴയൊക്കെ കുറവാല്ലേ? അങ്ങോട്ട് മഴയൊന്നും പെയ്തില്ലല്ലോ. ഇന്നലെ പെയ്തോ ഇവിടെ? ഓ ഞങ്ങൾക്കൊന്നും പെയ്തില്ല മഴ. ഞങ്ങൾ കട്ടപ്പന ആണല്ലേ. അതെ അതെ. ഈ റോഡ് എത്ര നാളായി ഇങ്ങനെ പണിതിട്ട്? ഇല്ല ബസ് സർവീസ് ഇല്ലേ? ബസ്സില്ല ഈ റോഡിൽ. ഓട്ടോയും ജീപ്പും കാറും ഒക്കെ ഉള്ളൂ, ബൈക്കും ഒക്കെ. റോഡ് നന്നായിട്ട് പണിതിട്ട് ബസ്സില്ലല്ലേ? പക്ഷേ ഈ താഴത്തെ കയറ്റം കാരണമായിരിക്കും അല്ലേ? അല്ലേ? ആ ഈ മേഖല താമസക്കാർ കുറവാണ്. ആ എല്ലാവർക്കും വണ്ടി ഉണ്ട്. അത് കാരണം ബസ് ഓടിയാൽ ലാഭമല്ല. ആ ആ
ഇതിന് മുകളിൽ അമ്പലം ഇരിക്കുന്നു അല്ലേ? ആ ആ ആ. ഈ വഴി സൈഡിലാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതാ അല്ലേ? ആ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞില്ല, വരുന്നേ ഉള്ളൂ. ആ മുകളിൽ കാണുന്നതാണോ പാൽക്കുളമേട്? അങ്ങ് മുകളിൽ അവിടേക്കൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ടോ അപ്പോൾ? ഉണ്ടല്ലേ? പക്ഷെ വെയിലായതുകൊണ്ട് കുറവായിരിക്കും അല്ലേ? വെയിലൊന്നും പ്രശ്നമല്ല, ആൾക്കാർക്ക് ഒരു വിഷയമല്ല. പാൽക്കുളമേട്ട് കയറാൻ ആൾക്കാർ വരുന്നുണ്ട്. ആ അത് ശരി, അത് കൊള്ളാലോ. അവിടെ ഒരു ഏറുമാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് താഴെ, അത് ഒരു രസത്തിന് ഉണ്ടാക്കി വെച്ചോ? ആ ചായക്കട അല്ലേ? അവിടെ പോയാൽ ഒന്ന് കാണാമല്ലോ. ആ ഇവിടെ ഇതൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ആ ചെറിയ യൂട്യൂബ് ചാനലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കും. അപ്പോൾ ഇതിവിടെ ഒരു കട, ഇതാ മുകളിൽ ഇവിടുത്തെ പിള്ളേരൊക്കെ കൂടെ ഒത്തുകൂടുന്ന ഒരു ഏറുമാടമൊക്കെ ഇരുമുണ്ട്. കട ഇപ്പോൾ അടച്ചേക്കുമോ അല്ലേ? ആ ഈ ഉച്ച സമയത്തൊന്നും ഇവിടെ ഒന്നും ആളില്ലല്ലോ അല്ലേ? ആ ഇത് കൊള്ളാമല്ലോ, നല്ല അടിപൊളി ഒരു ഏറുമാടം കേട്ടോ. ഇതായാലും ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ താഴോട്ടൊക്കെ കണ്ടോ 1-2 വീടുകളും. അതന്നെ മറ്റേ ടെലിഫോണുകാരുടെയാണോ ഈ ഇരിക്കുന്നത് തന്നെ? ആ മുന്നിൽ ഇരിക്കുന്നത് BSNL ആണോ? ആ ആ ഞാനോർത്ത് ഈ ഡാം സംബന്ധമായ എന്തെങ്കിലും പരിപാടിയാണോ? ഒന്നുമല്ല അല്ലേ? ആ ഇവിടെ കണ്ടോ നിറച്ച് ഈ വാഴ, ഞാലിപ്പൂവൻ വാഴയൊക്കെ നിൽക്കുന്നുണ്ടോ? അതിനോടുകൂടി ഇവിടെ എല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കാം കേട്ടോ. അതോ അക്കരെ മലയൊക്കെ ചൂട് കാരണം നോക്കി എങ്ങനെ നിൽക്കുന്നതെന്ന്, ഒരു തീപ്പരി കയറിയാൽ തീർന്നു പോകുന്ന സൈസാണ്. അതുപോലെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നത്. മഴയൊക്കെ താമസിച്ച് പോവാ, ഒന്ന് വന്നായിരുന്നേ നല്ലതായിരുന്നു. മുകളിലേക്ക് നല്ലൊരു കുത്തു കയറ്റമാണ് കേട്ടോ. അമ്പലം ആ ഗ്രൗണ്ടിന് മുകളിലാണേ. ഒരാലൊക്കെ വെച്ചിട്ടുണ്ട്, ആല വളർന്ന് വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇതിലെ ബസ് റൂട്ടില്ലാത്ത ഭയങ്കരമായി കേട്ടോ. ഇത്രയും നല്ല വീതിക്ക് റോഡുണ്ടാക്കിയിട്ടേ ഒരു ബസ് പോലും സർവീസ് നടത്തുന്നില്ലല്ലോ. പാൽക്കുളമേട്ടിലൊക്കെ എപ്പോഴാലും നമുക്കൊന്ന് കയറാൻ പറ്റുമോ? ഇവിടെ നിന്നുള്ള താഴ്വാര കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ. വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞ പോലെ എല്ലാവർക്കും വണ്ടി ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. ഇവിടുത്തെ അമ്പലം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് പോവേ. മുളകുപള്ളിയിലെ അമ്പലം, മുളകുപള്ളി എന്ന് പറയും, ഭൂമിയാങ്കുളം എന്നും പറയും. ശിവപാർവതി ഗണേശ ക്ഷേത്രമാണേ. 3 പേരും കൂടെ തിരുക്കുടുംബ അമ്പലം എന്നൊക്കെ പറയാം. വെയിൽ കാരണം മരങ്ങളൊക്കെ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു പാറക്കുളമാണേ, അവിടെ കുറേ വെള്ളമൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ട്, ഈ വഴിയാണ് പാൽക്കുളമേടിനൊക്കെ കയറി പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇതിലേയും കയറി പോകാമെന്നാണ് താഴെ എന്നാ ചേട്ടൻ പറഞ്ഞതേ. ഈ പാറക്കുളത്തിൽ വെള്ളം കിടക്കുന്നുണ്ടോ. ഒരുവിധം താഴ്ചയിൽ വെള്ളം ഉണ്ട് കേട്ടോ. പണ്ട് പാറ പൊട്ടിച്ചുകൊണ്ട് സ്ഥലമാണ് വെള്ളം ഇങ്ങനെ കിടക്കുക. പക്ഷേ ഈ നല്ല വെയിലത്തും ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഇവിടെ ഈ താഴോട്ട് കാണുന്ന ഭൂരിഭാഗം കൊന്നമരമാണ് കേട്ടോ. ഇവിടെ നിറച്ച് കൊന്നക്കാടെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതിവിടെ കണ്ടിട്ടായിരിക്കും കൊന്നക്കാടെന്ന് പേരിടെ. അപൂർവം ചില അല്ലാത്ത മരങ്ങളും ഉണ്ട്, എന്നാലും കൊന്നയാണ് കൂടുതലും. ഈ ഒരു വീട് ഇരിക്കുന്നു നോക്കി, എങ്ങനെയാണ് എത്ര വലിയൊരു കെട്ടാന്ന് നോക്കി. ആ കെട്ടിൻ്റെ മുകളിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ. ആ വഴിക്കും പാൽക്കുളമേടിന് കയറി പോകാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിലൊരു കോൺക്രീറ്റ് വഴിയൊക്കെ ഉണ്ടോ. പിന്നെ ഇവിടെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ, ഒരു തളുത്ത മരവും നല്ലൊരു ബോഗൺവില്ലയും. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു പ്രത്യേകത ആയിട്ടുള്ള കാഴ്ച. ഇവിടെ കണ്ടോ ശരിയായ ഒരു എസ് വളവാണേ. മുകളിലോട്ട് ആ വലിയൊരു വളവങ്ങ് കയറി പോകുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇനി താഴേക്ക് നല്ല കുത്തിറക്കമാണ്. ഇവിടെ ഇറക്കം വളവ് കയറ്റം കൂടുതലുള്ളൊരു വഴിയാണേ. ഇവിടെ കുറേ അധികം പഴക്കമുള്ളൊരു പച്ചക്കട്ട കൊണ്ട് നിർമ്മിച്ചൊരു ഓടിട്ട വീടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഈ വീടിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇവരൊരു വിറക് വരയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. കട്ട കൊണ്ട് ജനലൊക്കെ ഉണ്ടാക്കി. എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ കാണാൻ. ഇതിനകത്തൊക്കെ കിടക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും വെയിലത്തൊക്കെ. വലിയ ഓടിനൊക്കെ ഒത്തിരി പഴക്കമുണ്ട്. ഇത് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയായത്. ഇവിടെ ഒരു കപ്പിലുമാവൊക്കെ നിൽപ്പുണ്ടേ. ആ കപ്പിലാവ് നിറച്ചും കായൊന്നുമില്ല, അതിലേക്കുള്ളൂ. എല്ലാം പിള്ളേർ തല്ലിപ്പറിച്ചിരിക്കുക. ഇപ്പോൾ കപ്പിലുമാവിൻ്റെ ഒരു സീസണാണ്. കശുവണ്ടിയൊക്കെ മാമ്പഴമൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണേ. ഇവിടെ ഞാൻ കിടപ്പുണ്ടോ നോക്കട്ടെ, ഒരെണ്ണമെങ്കിലും എടുത്ത് കാണിക്കാം. ആ ഇവിടുത്തെ ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ. കശുമാങ്ങയുടെ അണ്ടിയുണ്ടോ. ഓ ഇത് ചെറുപ്പത്തിലൊക്കെ എന്തായാലും തിന്നിട്ടുണ്ടോന്ന്.
പിന്നെ ഇങ്ങനെ ഭയങ്കര കറയുണ്ടേ, തുണിയിലൊക്കെ പറ്റിയ തുണി പോക്കാം. അതാ ഒരെണ്ണം വീണു. ഇതിന് മുകളിൽ ഉണ്ട് കേട്ടോ, ഈ മരത്തേലെ കാറ്റടിക്കും വീണു. അങ്ങനെ വീണ്ടും ഒരു കുരിശുപള്ളി കണ്ടു കേട്ടോ. പാൽക്കുളമേടിൻ്റെ മണ്ടവശമാണോ കാണുന്നത്. ഇതിൻ്റെ അടിവശത്ത് ഒരു പഴയ കെട്ടിടവും പുതിയ കെട്ടിടവും. പാൽക്കുളമേടിൻ്റെ മണ്ടവശമാണ് കാണുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ താഴേന്ന് കയറി വന്ന റോഡാണത്. അവിടെ ഒരു കൈചൂണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ കൈചൂണ്ടി എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പൈനാവിലേക്ക് പോകേണ്ട റോഡാണ്. അതുകൊണ്ട് ഈ വഴിയാണ് ശരിക്കും പാൽക്കുളമേട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലേ പോയിട്ടാണ് പാൽക്കുളമേടിൻ്റെ മണ്ടയിലോട്ട് കയറുന്നത്. ഓ, അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇലക്ട്രിക് ലൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, വലിയ പോസ്റ്റൊക്കെ. ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് അതിന് മണ്ടേ പോകാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഈ കരിഞ്ഞ വെയിലത്ത് നമുക്ക് പോകാൻ പറ്റിയല്ല അങ്ങോട്ട്. ഇവിടെ കൊടിയും പ്ലാവും എല്ലാം കൂടെ ഉള്ള കൃഷിയാണേ. ഇതുകൊണ്ടോ ചെറിയ കൊടുത്തേയിട്ടൊക്കെ നോക്കി, വെയിലടിക്കാതിരിക്കാൻ പൊതിഞ്ഞ് കിട്ടിയേക്കുവാണേ. കൊടിയൊക്കെ ഒരു പരിധി വരെയൊക്കെ ഈ വെയിലത്ത് പിടിച്ചു നിൽക്കുവേ. താഴോട്ടൊക്കെ നേരത്തെ ഇട്ട കൊടികളൊക്കെ ഇങ്ങനെ തളുത്ത് കയറി നിൽക്കുന്നതാണ്. ഇടയ്ക്ക് കാപ്പിയുണ്ട്. ഇവിടത്തെയൊക്കെ കൃഷി ഇതാണ് മെയിനായിട്ട്. ഈ ചൂട് കൂടിയ സ്ഥലമാണ് ഇവിടെയൊക്കെ. ഒരു നാട്ടുമ്പുറം കാലാവസ്ഥ. എല്ലാം ചെത്തി ചിരണ്ടി ഇതിൻ്റെയൊക്കെ ചോട്ടിൽ കൂടെ കൂട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത്, പാൽക്കുളമേടിനുള്ള വഴി. നമ്മളാ താഴേന്ന് കണ്ടില്ലേ, അങ്ങ് ഇടത്തോട്ട് കിടക്കുന്ന വഴി. നമ്മൾ മുകളിലോട്ട് കയറി പോകേണ്ട വഴിയാണ് കേട്ടോ. താഴേന്ന് വന്ന വഴി ഇത് നോക്കും, നല്ല കയറ്റം ഇവിടെ. ഇവിടുന്ന് നമുക്ക് ഈ പാൽക്കുളമേടിൻ്റെ ഒക്കെ ആയിട്ടൊരു വാച്ചിങ് ഗാലറി മുകളിലുണ്ട്. പക്ഷേ ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് കുറച്ച് താഴ്വാര കാഴ്ചകൾ കാണാവേ. നമ്മൾ താഴേന്ന് കയറി വന്ന റോഡ്, വീട് ഇതുണ്ട്. ഈ താഴെ കുറച്ച് ഏലവും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ. അവിടെ ഒരു പ്ലാവ് നിറച്ച് ചക്ക കിടക്കുന്നുണ്ടോ. ഈ ഒരു സൈഡല്ല ഈറ്റക്കാടാണേ. അതിൻ്റെ അപ്പുറത്തോട്ട് പ്ലാവാണ് കൂടുതലും അതിൽ. എന്തായാലും ഇവിടെ നിന്നൊക്കെ ഇതൊരു നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ചില സമയത്ത് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. ഇത് തുറന്നിരിക്കുകയാണോ പൂട്ടിയിരിക്കുകയാണോ? തുറന്നിട്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി പോകാനുണ്ട്. വാച്ചിങ് ഗാലറി നിന്ന് കഴിയുമ്പോൾ താഴേന്ന് വാഹനങ്ങൾ വരുന്നു ഒക്കെ ആയിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ. കണ്ടോ, പാൽക്കുളമേടിൻ്റെ ഭൂരിഭാഗം കാഴ്ചകൾ നമുക്കിവിടെ നല്ല രീതിയിൽ കാണാവേ. പിന്നെ നമ്മൾ താഴേന്ന് കടന്നു വന്ന ആ താഴ്വാരത്തെ റോഡൊക്കെ കണ്ടോ, വീട്, റോഡ്, അതിൻ്റെ ഇടയ്ക്കൊരു പുഴയൊക്കെ ഉണ്ട്. ആ പാൽക്കുളമേട്ടിൽ നിന്നൊക്കെ ആരംഭിക്കുന്നു, അങ്ങേ സൈഡിൽ നിന്ന് ആരംഭിച്ച് വരുന്നത്. വാച്ചിങ് ഗാലറി നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ കയറി നമുക്ക് ആ മുകളിലോട്ടുള്ള കാഴ്ചകളും താഴ്വാര കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാവേ. ഒരൊറ്റ പാറ പോലെയല്ലേ ഈ പാൽക്കുളമേട്. പക്ഷേ അത് പല പല അടുക്കുകളാണ് കേട്ടോ. നാനാവശത്തുനിന്നും അതിലേക്ക് കയറാനുള്ള വഴിയുണ്ട്, കുത്തുകയറ്റമായിട്ടും ചെരിഞ്ഞും. പക്ഷേ അതിന് മുകളിൽ ഇപ്പോഴും ആനയുണ്ട്.
മഴയത്തൊക്കെ അതിലെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച കാണാൻ പറ്റുമേ. പക്ഷേ ഇപ്പം ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് കാണത്തില്ല. വെള്ളം ഒഴുകുന്ന ചാല് കണ്ടോ, അത് കണ്ടോ. ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഇടുക്കി റൂട്ടിൽ വന്നാൽ പൈനാവിൽ നിന്ന് വന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എറണാകുളം റൂട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ അശോകവലയിൽ നിന്ന് കയറി വന്നാൽ കരിമ്പൻ അശോകവലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ വഴിക്കായിട്ട് വരാൻ പറ്റുമേ. ഇതിലെ ഒരു വഴി മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതുവരെ ആരുടെയോ തോട്ടത്തിനുള്ളിലേക്ക് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. നല്ല കൃഷിയിടങ്ങളാണ്, കൊടിയൊക്കെയാണ് കൂടുതലും ഉണ്ടല്ലേ, നമ്മൾ താഴെ കണ്ട പോലെ. ഇവിടുന്ന് നോക്കുമ്പം ആ റോഡും വാച്ചിങ് ഗാലറിയും എല്ലാം കൂടെ ഒരു അടിപൊളി കാഴ്ച അല്ലേ. അപ്പോൾ നമ്മൾ താഴെ നീ കയറ്റമൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് വെയിലൊക്കെ കൊണ്ട് മടുത്ത് വന്നപ്പം ഇതാ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവേ. ആ കിടക്കുന്ന വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കൊക്കോയുടെ കുരു ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടോ. ചോക്ലേറ്റിലൊക്കെ ഉപയോഗിക്കുന്നതാണേ. കഡ്ബ്രിസ് ഒരു പഴയ പെട്ടിക്കടയുണ്ട്, ഒരു കടയാണ്. പക്ഷേ വെള്ളം നിറയാടാ കുടിക്കാൻ. ഇതിലെ മുകളിലോട്ടൊരു വഴി പോകുന്നുണ്ട്. ഇവിടെ വന്നാൽ പാൽക്കുടമേടിൻ്റെ കാഴ്ചകളും കാണാം, വെള്ളവും കുടിക്കാം. നല്ല വെയിൽ. ഇഞ്ചിടിയാണോ? നമുക്കൊരു തണുത്ത വെള്ളം കുടിച്ചേക്കാം, അതായിരിക്കും ഏറെ നല്ലത് അല്ലേ. ആ എന്നാ വെയിലോ, ഒരു രക്ഷയില്ല. ചേട്ടാ ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് ശശി. ഇവിടെ എത്ര കാലമായി? ഇവിടെ വന്നിട്ട് 2001 വന്നാ. ചേട്ടൻ വന്നതിന് ശേഷമാണ് ഈ റോഡൊക്കെ വികസനമൊക്കെ ആയി. ചെറിയ ഒരു റോഡുണ്ടായിരുന്നു, കൂടാതെ അത് കഴിഞ്ഞിട്ട് അന്ന് റോഡായിരുന്നു. ആണല്ലേ. ഇതാണ് ഇത് ഗ്രാമീണ ഹൈവേ. ഗ്രാമീണ ഹൈവേ അല്ലേ. ബസ്സില്ല ഇതിലേ അല്ലേ? ബസ്സില്ല, ബസ്സില്ലാത്തൊരു റൂട്ടാ അല്ലേ. കട വരെ വരും. ഈ കടയിൽ ഇവിടം വരെ, ഇവിടെ ഈ ജംഗ്ഷൻ വരെ ബസ് വരും അല്ലേ. കട്ടപ്പന ബസ് വരും, വേറെ ബസ്സൊന്നും വരികയില്ല. ഈ പാൽക്കുളമേട് ടൂറിസത്തിന്റെ അടിസ്ഥാനത്തിൽ കച്ചവടങ്ങളൊക്കെ കൂടുതലായിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? മുകളിൽ കച്ചവടം ഉണ്ടായിരുന്ന സ്ഥലം. മുകളിലല്ല, ചേട്ടൻ ഇവിടെ കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നില്ല. കിട്ടുന്നില്ല അല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇടക്കാലം കൊണ്ട് നിന്നുപോയി. ചെല്ലും കൊണ്ട് നിന്നു. ആ, അത് കാരണം ഇപ്പം കച്ചവടം ഇല്ല. ടൂറിസ്റ്റുകളെ മുകളിലോട്ട് കയറ്റി വിടുന്നില്ല അല്ലേ. കുറച്ച് നേരം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ആ, ഫോറസ്റ്റ് ആയതുകൊണ്ട്. അപ്പം വരുന്ന ആൾക്കാർ ഈ പകുതിക്ക് വന്നിട്ട് തിരിച്ചു പോവാ. വരുന്നവരെല്ലാം ചോദിക്കും ഏടി വെച്ച് കയറാതെ. ശരി, അത് കേട്ടില്ലേ പാറക്കെട്ട് വയ്ക്കുന്നത്. അതിന്റെ മുകളിലേ നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാ അതിന്റെ മുകളില് വെള്ളമൊക്കെ ഉണ്ടോ? അതിന് മണ്ടയ്ക്ക് ചുരുളിന്ന് അതിന്റെ മണ്ടായിട്ട് കയറാൻ പറ്റും അല്ലേ. റോഡുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ. അതിലെ ടവർ പോയിരിക്കുന്നുണ്ട്, അതാ കാണുന്നു അല്ലേ, അങ്ങേ അറ്റത്ത്. ആ ഇടയ്ക്ക് കാണുന്ന കാടില്ലേ, ആ കാട്ടിലൊക്കെ ആനയൊക്കെ കാണുമോ? ആന വരാറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ വേലാന്റെ ഒരു വെള്ളമൊന്നുമില്ലല്ലോ, അവിടെ വെള്ളമില്ല. അവിടെ വെള്ളമില്ല അല്ലേ. അവിടെ നിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാറിയേ വെള്ളമുള്ളൂ. ആ, വെള്ളമൊക്കെ ഉള്ള സമയത്ത് അവിടെ ആനയൊക്കെ വരും അല്ലേ. എവിടെ വരും? ആ, മുകളിലത്തെ തണ്ട വരും അല്ലേ. നമുക്ക് ഇവിടെ ഇരുന്നാൽ നോക്കി അങ്ങോട്ട് കാണാൻ പറ്റും അല്ലേ. ആനയിലെ നടക്കുന്നതാണ്. ഓ, അതൊരു നല്ല ഇതായിരുന്നല്ലോ. മഴക്കാലത്തൊക്കെ അല്ലേ. മഴക്കാലത്തൊക്കെ മഴ മാറുന്ന രീതിയിൽ വരെ വരും. ആ രീതിയിൽ വരും വരികയല്ല. ഭയങ്കര ആന വനത്തിലേക്ക്. അത് ശരിയാ. ആ, അത് നേരമാണല്ലോ. ആനക്ക് വേട്ടക്കയറി നിൽക്കാൻ പറ്റും. ആ, മഴ പെയ്താൽ തിന്നാനൊക്കെ ആയിട്ട് കയറി വരും. ആ, അങ്ങനെ അതിന്റെ പരിപാടി. ഞാനിതിലെ വന്നപ്പോഴേ എന്നാ വെയിലുകൊണ്ട് മടുത്തു, എന്നാൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിങ്ങനെ കയറിയതാ. അപ്പൊ ചേട്ടനോട് ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോകാനോ എന്നൊക്കെ വിചാരിച്ചു. ഫോറസ്റ്റിന്റെ കെട്ടിടമൊക്കെ അതിന് മണ്ടാലുണ്ടല്ലേ. ഓ, ആ, പണിതോണ്ടിരിക്കുക. അതൊക്കെ വന്നു കഴിയുമ്പോൾ ടൂറിസം പരിപാടിയായിട്ട് വല്ല പരിപാടി നടക്കും. അവർക്ക് മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കാര്യമില്ലെന്നറിയാം. അവർക്ക് മുതലുണ്ടാക്കാൻ അവരതില് ടോള് വെക്കും, പിരിവും കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യം, ഇതിന്റെ മുകളിൽ കയറി ആള് ചാവുമല്ലേ. അപ്പൊ പിന്നെ അവരോട് ചോദിക്കാതെ അവരത് അറിയാതെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഫോറസ്റ്റുകാർ വന്നിട്ട് മറ്റു ഉദ്യോഗസ്ഥർ അതിന്റെ മുകളിൽ ആൾക്കാർ ചാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും. വരുന്ന ആൾക്കാരുടെ സർവ്വ
സംവിധാനം കണക്കൂട്ടിയിട്ട് അവർ മുകളിലോട്ട് കയറ്റി വിടുള്ളൂ. മുകളിലോട്ട് കയറ്റി വിടുള്ളൂ. ഓ അങ്ങനെ അങ്ങനെ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്, കെട്ടിടം കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അവർക്ക് കാണാമല്ലോ അവിടെ ഇരുന്നാ. അവിടെ ഇരുന്നാൽ കാണാം. അതുപോലെ തന്നെ അവരോട് വന്ന് അനുവാദം ചോദിക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ പറ്റില്ല. മാറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒന്ന് വരുമ്പോൾ ചാകുന്ന ആരാന്നൊക്കെ അവർക്കറിയാം. അതെ അതെ അതെ. ഓ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലേ? ഒരുപാട് അങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്നുണ്ടല്ലേ? ആ പിന്നെ ഇതെങ്ങനെയാ കണ്ടു കിട്ടുന്നത്? ഇത് കണ്ടു കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാർ എവിടെയെങ്കിലും അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ ഇങ്ങനെ ചുരുളിയിലോ അല്ലെങ്കിൽ ചേരച്ചോട്ടിലോ കഞ്ഞിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബൈക്ക് ഒരു പെണ്ണും ഒക്കെ പോണുണ്ടെന്ന് പറയും. അപ്പോൾ അത് എങ്ങോട്ടാ പോയെന്ന് പോയി ഇവർ അതിന്റെ വാലെ അന്വേഷിച്ച് വരുമ്പോൾ പാക്കുളത്തേക്കാണ് വന്നത്. പാൽക്കുളത്തിന്റെ മണ്ടയിലാന്ന് വരുമ്പോൾ ബൈക്ക് ഇരിക്കുമല്ലേ? ആ ബൈക്ക് കയറി പോകാൻ മണ്ടയില്. പിന്നെ ബൈക്ക് കയറി പോകും. ഓ ബൈക്കും കയറും അല്ലേ? ബൈക്ക് കയറി. അതൊക്കെ ഈ കല്ല് റോഡാണോ? കല്ല് റോഡ് ഇപ്പൊ പാക്കിംഗ് റോഡാണ്. ഈ എലക്ട്രിസിറ്റി ബോർഡിന്റെ വണ്ടി കയറാൻ വരുന്ന രീതിയിൽ അവിടെ JCB കയറി ഇവരുടെ പണിക്ക് വേണ്ടിയിട്ട് വർഷക്കാലത്ത് എന്തെങ്കിലും ഇടിഞ്ഞി അടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വണ്ടി കയറി അതിന് വേണ്ടിയിട്ട് റോഡ് ഉണ്ടാക്കിയിട്ടാണ്. എലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ റോഡ് ഉണ്ടാക്കിയത്. ആ റോഡ് കൂടെ കയറി വരും. ആ റോഡൊക്കെ ഈ ഇവരും കയറി വരും, പിള്ളേരും കയറി വരും. അവർ വരുമ്പോ ബൈക്കൊക്കെ ഉന്തി തള്ളിയൊക്കെ ആയിട്ട് അത് കയറി വരും. ഞാൻ വരുന്ന പോക്കട്ടെ കാര്യം അങ്ങനെ കയറി വന്ന് 2-3 ദിവസം കഴിയുമ്പോ ഊർജ്ജമായിട്ട് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇവർക്കറിയാമല്ലോ ഇവരെ അന്വേഷിക്കുന്നു ഉറപ്പല്ലേ? അപ്പൊ അങ്ങനെ അന്വേഷിച്ച് വരും എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പോയി ചാകാൻ വന്നവർ ഇവിടെ മണിയാർകുടിയിൽ വന്ന പൊറോട്ടയും ഇറച്ചിയും ഒക്കെ മേടിച്ചിട്ട് പോയാറുണ്ട്. അവർക്കറിയാം വഴിയൊക്കെ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതായിരിക്കും. അങ്ങനെ കുറുക്കിനൊക്കെ ഇറങ്ങി വന്ന് ഇവർ സാധനങ്ങളൊക്കെ മേടിച്ച് അടുത്ത് ചാപ്പാടൊക്കെ അടിച്ച് ഇരിക്കുമ്പോൾ ആയിരിക്കും ഇങ്ങനെ അറിയണത് ഇന്ന സ്ഥലത്തേക്ക് ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ അവിടെ തപ്പും. അപ്പൊ ടൂറിസ്റ്റുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും മലയുടെ മണ്ടയിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇവർ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ വന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് അടുത്ത പണി നോക്കും. ഓ അങ്ങനെ ഇവരറിയല്ലോ. അത് ശരി. പിന്നെ ഒരു കൊക്കയിൽ 2 മറ്റേ തൂങ്ങിയ ഇതുണ്ട് ആടും തൊണ്ടും. അത് ശരി. കൊക്കോ ചെടികളൊക്കെ അല്ലേ? നിലത്ത് മുട്ടുകുത്തി അത് ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും ശല്യം, നാട്ടുകാർക്കും ശല്യം. അങ്ങനെ അതിൻ്റെ കയ്യിൽ ഇതിങ്ങനെ ചെയ്ത് കിടക്കണം. എന്നാൽ ശരിയെന്നാ ഓക്കെ. അപ്പോൾ പാൽക്കുളമേട്ടിൽ നമ്മൾ വിചാരിച്ചല്ല വലിയ രസമുള്ള കാഴ്ചകളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും കാണാം. വെള്ളം ആ പാറ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന ഒരു കാഴ്ച. ആ സെൻട്രൽ വരും അല്ലേ? ആ പാറയുടെ സെൻട്രൽ. ഓ അത്രയും വെള്ളം വരും. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ചെറിയ തോതിലുള്ള വെള്ളം വരുള്ളൂ, കുറച്ചൊക്കെ വരുള്ളൂ. നല്ല മഴക്കാലത്ത് നല്ല സെറ്റപ്പിലുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുതിച്ച് ആടി വരുന്നതാണ് അല്ലേ? ഓ അതൊരു നല്ല കാഴ്ചയായിരിക്കും. 2 സ്ഥലത്തെ വെള്ളം മുട്ടുള്ളൂ. അത് ശരി. മൂന്നാമത്തേന് താഴെ എൻ്റെ തൊട്ട് താഴെ എൻ്റെ സ്ഥലമാണ്. ഇവിടെ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നു കേട്ടോ. ഇടത്തോട്ടുള്ള വഴി മണിയാറൻകുടിക്ക്, വലത്തോട്ടുള്ള നമ്മുടെ ചെറുതോണി പൈനാവൊക്കെ പോകുന്ന വഴി. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നേരെ പോകുന്ന വഴി പൈനാവ്, ആ വഴിക്ക് നമുക്ക് ചെറുതോണിക്ക് പോകാം. ഇതിലേം പോകാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതിലേ പോകുന്നു. ചേട്ടാ ഈ വഴിക്കാണോ ചെറുതോണിക്ക് പോകുന്നത്? ഇതിലേ പോകാം. ഇതിലേ പോയാൽ എവിടെ ചെല്ലും? ഏത് പഞ്ചായത്താ? വാഴത്തോപ്പോ? വാഴത്തോപ്പ് ചെന്നിട്ട് പോകും അല്ലേ? ചേട്ടൻ്റെ പേരെന്നാ? ഇവിടെയാണ് താമസിക്കുന്നത്? ഞാൻ കട്ടപ്പനേന്നാ. ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവാണ്. ഇവിടെ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഉണ്ടോ. കുഞ്ഞു കല്ലുകൾ അടുക്കി കയ്യാല കിട്ടിയിരിക്കുന്നതാണ്, മൺകയ്യാല. ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി ഇതേ. പക്ഷേ ഇതിങ്ങനെ ഇത്രയും ചെറിയ കല്ല് വെച്ച് കിട്ടിയേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഇതിങ്ങനെ നെടും നീളത്തിൽ അവിടം വരെ ഉണ്ടേ ഈ പറമ്പിൽ. മുകളിലോട്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സാധാരണ കയ്യാലയ്ക്ക് ഇച്ചിരി വലിപ്പമുള്ള കല്ലുകളാണ്. ഇത് കുഞ്ഞു മണിക്കല്ല് പോലത്തെ കല്ല്. നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഹൈവേ എന്നൊക്കെ വിട്ട് ഈ വഴിക്ക് കയറി. ഇല്ല നമുക്ക് വാഴത്തോപ്പ് ചെന്നിട്ട് തടിയമ്പാട് പോകണ്ട, നേരെ നമുക്ക് ചെറുതോണി ഇറങ്ങാം. അപ്പോൾ നമ്മൾ മണിയാറൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അതെ, ചെറിയൊരു സിറ്റിയാണ്. കുറേ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്, കുറച്ച് കടകളൊക്കെ ഉണ്ട്. ആ കിടക്കുന്ന വഴിക്ക് വേണം നമുക്ക് വാഴത്തോപ്പിന് പോകാനായിട്ട്. ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന കാരണം അങ്ങോട്ട് മുന്നോട്ട് ശരി കാണത്തില്ല, അപ്പുറം ചെന്നിട്ട് കാണാം. നിങ്ങളുടെ പേരെന്നാ? ശരത്ത്. മണിയാറൻകുടക്കാരാ? ഓട്ടോറിക്ഷ ഓടിക്കാണോ? ഓട്ടോ ഒക്കെ ഷോ അല്ലേ? ശരിയാണ്. ഇതേ മുകളിൽ നിന്നൊരു ഓട്ടോ വരുന്നുണ്ട്. മണിയാറൻകുടിയിലെ ഓട്ടോറിക്ഷക്കാരുടെ മൂപ്പനാണ് വരുന്നതെന്ന് ഇവർ പറഞ്ഞേ. പേരെന്താന്ന് പറഞ്ഞേ?
പ്രമോദല്ലേ ആ ഇരുട്ട് അങ്ങോട്ട് കയറിയ കാണാണ്ടായിപ്പോയി. കുഴപ്പമില്ല, കിട്ടി. ഈ റൂട്ടിൽ ബസ്സില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നിരുന്നത് അവിടേക്ക് ഒരു ബസ് വന്നു കേട്ടോ. നമ്മൾ വന്ന വഴിക്കൊന്നും ഇന്ന് ബസ് വന്ന് കണ്ടിട്ടേ ഇല്ല. ഇപ്പം നമ്മൾ വാഴത്തോപ്പിലെത്തിയേ. ഇനി ചെറുതോണി ചെന്നിറങ്ങി പോവാം. വാഴത്തോപ്പിലെ കത്രീഡൽ പള്ളിയാണ്. വാഴത്തോപ്പ് അമ്പലപ്പടി ആയത് കേട്ടോ. വിഷുവായി, കണിക്കൊന്നയൊക്കെ പൂക്കാൻ തുടങ്ങിയുണ്ടോ. താഴെ ഇനി ചെറുതോണി പാലമൊക്കെ നമുക്ക് കാണാവേ. ചെറുതോണിയിലെ പഴയ പാലവും പുതിയ പാലവും. ഇടുക്കി ഡാമിൻ്റെ കുറവൻ കുറത്തി മലനിരകളും. ചെറുതോണി ടൗണ്. ചെറുതോണിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളേ. തൽക്കാലം ബസ്സുകളൊക്കെ ഈ പാലത്തെ കൂടെ കിടക്കുന്നത്. ചെറുതോണിലെ പഴയ പാലം കണ്ടോ, എത്രയോ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ താഴെ കൂടെ ഒക്കെ പോയതാണേ. 70-75 വർഷം പഴക്കമുണ്ട് ഈ പാലത്തിന്. പുതിയ പാലം കെട്ടിക്കഴിഞ്ഞ് ഇതുവരെ ഒരു വെള്ളപ്പൊക്കം പോലും വന്നില്ല. ഇക്കൊല്ലം വെള്ളപ്പൊക്കം വന്നെങ്കിലേ ഉള്ളൂ. മഹേഷിൻ്റെ പ്രതികാരമൊക്കെ നടന്ന ഇടുക്കിയിലെ ഗ്രൗണ്ട് കണ്ടോ. ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ പേരിലുള്ള ഗ്രൗണ്ടാണ്. പക്ഷേ ഇവിടെ ഡ്രൈവിംഗ് പരിശീലനം മുതൽ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അതോടുകൂടി നമുക്ക് മുകളിലത് ഇടുക്കി ഡാമും കാണാം കേട്ടോ. ആ കാണുന്ന ഇടുക്കി ഡാമിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വെള്ളം കിടപ്പുണ്ടല്ലേ. ഇപ്പോൾ ഈ വേനൽക്കാലമായിട്ടും ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം വെള്ളമുണ്ട് ഇപ്പോഴും അവിടെ. ഇപ്പം ഡാമിൻ്റെ അവിടെ ഓപ്പണിംഗ് അല്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ആരെയും കയറ്റി വിടുന്നൊന്നുമില്ല. ഓണത്തിന് മാത്രമേ ഒരു 15 ദിവസം തുറക്കുള്ളൂ. ഇടുക്കി ഡാം ഇപ്പം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ ഭാഗത്ത് എന്തെങ്കിലും വർക്കൊക്കെ വന്നാലേ ഇവിടെ തുറക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയെന്നാണ് പറയുന്നത് കേട്ടെ. ഇനിയിപ്പം ഈ അവധിക്ക് ചിലപ്പം കുറച്ച് ദിവസം തുറക്കുമായിരിക്കും. ഇല്ലെങ്കിൽ ഓണത്തിനൊക്കെ തുറക്കുള്ളൂ കേട്ടോ. അല്ലെ ക്രിസ്മസിന് ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിൽ ഒരു 10 ദിവസം തുറക്കും. ഇനിയിപ്പം അതിനകത്ത് നിറച്ചും വെള്ളമാണ്. നിറച്ചു പറഞ്ഞാൽ ഒരു 3/4 ഭാഗമൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അങ്ങേ സൈഡിൽ കണ്ടോ, അതാണ് കേട്ടോ കുറവമ്പാറ. ഇതാണ് കുറത്തിപ്പാറ. ഈ പാറയുടെ ഒരു പൊക്കം കണ്ടോ. ഈ സൈഡിലൊന്നും വണ്ടി വെക്കാൻ അവർ സമ്മതിക്കില്ല. മുകളിൽ നിന്നൊക്കെ കല്ല് വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ താഴെ കണ്ട ഗ്രൗണ്ട് കണ്ടോ, അതിൻ്റെ ഇപ്പുറത്തൊരു പാർക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ലോഡ്ജൊക്കെ ഉണ്ട് ഇതിനുള്ളിലെ. ആ കാണുന്ന കുറേ ലോഡ്ജുകളാണ്, റിസോർട്ടുകൾ, വില്ലകളൊക്കെ ആയിട്ട്. ഇടുക്കി ഡാമിൻ്റെ കീഴെ നമുക്ക് താമസിക്കാം. രാത്രിയൊക്കെ അന്തി ഉറങ്ങാം. നമ്മളപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.